Good morning, my dear students. So today in this lesson, let us deal with the essay, What is a Classic, which was written by T.S. Eliot. And before going through the essay in detail, let me tell you one thing very clearly, that this essay is something very important, because there were a lot of questions asked from this session in the previous year question papers. If you get a chance to go through the previous year question paper, please focus on the questions asked from this session, because this essay is something very important. So ഈ ഒരു എസ്സേയില് ഇപ്പൊ ഞാൻ പറയുന്ന സമ്മറി മാത്രം കേൾക്കാതെ ആ എസ്സേയിലെ എന്താണ് അതിനകത്ത് പറയുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് പോയിന്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ എസ്സേ സ്കിപ്പ് ചെയ്യരുത്. സജസ്റ്റഡ് റീഡിംഗ് ആണെങ്കിൽ കൂടി ഇതൊന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് ടി.എസ്. എലിയട്ട് വാട്ട് ഈസ് എ ക്ലാസിക് എന്ന എസ്സേയിലകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന്. സമ്മറി വീഡിയോസിൽ എല്ലാവരും, ഒരുവിധം സമ്മറി ചെയ്യുന്ന എല്ലാവരും തന്നെ അതിന്റെ അൾട്ടിമേറ്റ് ആൻസർ അല്ല തരുന്നത്, ജസ്റ്റ് എന്താണെന്നുള്ള ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് പറയുന്നത്. സോ ആ ഒരു സമ്മറി വീഡിയോസിനെ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതാണെങ്കിൽ പോലും സമ്മറി ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. എന്താണ് ആ എസ്സേയിൽ പറയുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു എസ്സേ ഉണ്ടെങ്കിൽ അതിനെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എന്താണ് ക്ലാസിക്, വാട്ട് ഈസ് എ ക്ലാസിക്, അതാണ് ടി.എസ്. എലിയട്ട് നമുക്ക് ഈ എസ്സേയിലൂടെ പറഞ്ഞു തരുന്നത്. ആൻഡ് ബിഫോർ ഗോയിങ് ത്രൂ ദി എസ്സേ, ലെറ്റ് us go through the history of our writer. T.S. Eliot, Thomas Stearns Eliot. He was a poet, essayist, publisher, playwright, literary critic and an editor. Considered one of the 20th century's major poets, and he is a central figure in English language modernist poetry. Through his trials in language, writing style and verse structure, he reinvigorated English poetry. And also, he dismantled outdated beliefs and established fresh ones through a collection of critical essays. Eliot first attracted widespread attention for his poem, The Love Song of J. Alfred Prufrock, from 1914 to 1915, which at the time of its publication was considered outlandish, and it was followed by The Waste Land, which was published in 1922, The Hollow Men, published in 1925, Ash Wednesday, published in 1913, and Four Quartets in 1943. He was also known for 7 plays, particularly Murder in the Cathedral in 1935 and The Cocktail Party in 1949. He was awarded the 1948 Nobel Prize in Literature for his outstanding pioneer contribution to present-day poetry. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാന കവിയായി കരുതപ്പെടുന്ന തോമസ് ജെയിംസ് എലിയറ്റ്, അദ്ദേഹം ഒരു ആംഗ്ലോ അമേരിക്കൻ കവിയും നാടകകൃത്തും സാഹിത്യ വിമർശകനും ഒക്കെ ആയിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അദ്ദേഹത്തെ പറ്റി പഠിക്കാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ നമുക്ക് സമീപിക്കാൻ പറ്റില്ല. അത്രയും ഫേമസ് ആണ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട രീതിയിലുള്ള വർക്ക്സ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദ വേസ്റ്റ് ലാൻഡ് നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് വേസ്റ്റ് ലാൻഡ്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്ലേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മർഡർ ഇൻ ദ കത്തീഡ്രൽ ആണ്. ദ കോക്ടെയിൽ പാർട്ടി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സിൽ വരുന്ന കുറെ അധികം വർക്കുകളാണ്. 1948 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ എസ്സേയിലേക്ക് വരാം. What is a classic? And here Eliot begins his viewpoints based on classic. അദ്ദേഹം ഇത് തുടങ്ങുന്നത് തന്നെ എന്താണ് ക്ലാസിക്സ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഡെഫിനേഷൻ തന്നുകൊണ്ടാണ്. ആൻഡ് ദിസ് എസ്സേ വാസ് പ്രസന്റഡ് ഇൻ 1944 ആസ് ദ പ്രസിഡൻഷ്യൽ അഡ്രസ് ടു ദ വെർജിൽ സൊസൈറ്റി, and then published by Faber and Faber in 1945, and finally collected in On Poetry and Poets in 1956. Eliot begins his remarks by moving straight to the point. 1944 വിർജിൽ സൊസൈറ്റിയുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് ആയിട്ടാണ് ടി.എസ്. എലിയട്ട് ഈ ഒരു എസ്സേ പ്രസന്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ ക്ലാസിക് എന്ന എസ്സേ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് അപ്പോഴാണ്. 1945 ഫേബർ ആൻഡ് ഫേബർ ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 1956 ഓൺ പോയട്രി ആൻഡ് പോയിറ്റ്സ് എന്ന കളക്ഷനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടി.എസ്. എലിയട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം കൃത്യമായി അദ്ദേഹം ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ക്ലാസിക് എന്നതാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലാസിക് എന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വർക്കിനെ ക്ലാസിക് എന്ന് വിളിക്കുന്നത്, അതാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത്. ഇപ്പൊ ക്ലാസിക് എന്നത് ടൈം ബൗണ്ട് അല്ലെങ്കിൽ പ്ലേസ് ബൗണ്ട് ആയിരിക്കില്ല. That is the exact thing what T.S. Eliot is also saying.
കാലത്തിനെയും സമയത്തെയും വെല്ലുന്നതാണ് ക്ലാസിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമുള്ളതല്ല ക്ലാസിക്. ഓക്കെ, സോ അങ്ങനെ ക്ലാസിക്കിനെ പറ്റി പറഞ്ഞ് എന്താണ് ക്ലാസിക്സ് എന്നുള്ളതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഒരു സംസ്കാരത്തിന്റെ കൾച്ചറൽ മെച്യൂരിറ്റിയെയാണ് അല്ലെങ്കിൽ ആ ഒരു പക്വതയെയാണ് T.S. എലിയട്ട് ക്ലാസിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And here, Eliot begins his viewpoints based on classics. By classics, he means a work that reflects the maturity of a culture. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സംസ്കാരത്തിന്റെ മെച്യൂരിറ്റിയെയാണ് ക്ലാസിക് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. And so anything or something that gives maturity to a culture, and that is what is known as a classic. ഒരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നതാണ് ക്ലാസിക്. ആൻഡ് ഇൻ ദിസ് ഹി ആർഗ്യൂസ് ദാറ്റ് classic can occur only when a civilization is mature. That means every time a classic is taking place, the civilization will be mature at that time. അപ്പം ഇദ്ദേഹം നോക്കുക, ഞാൻ സിനോപ്സിസ് വായിക്കാം. By classic, Eliot means a work that reflects the maturity of a culture. Indeed, he argues that a classic can occur only when a civilization is mature. When a language and a literature are mature, it must be the work of a mature mind. Eliot had at this time been preparing the preliminary essays from which his notes towards the definition of culture would eventually emerge in 1948, and he had also discussed in the 1943 essay The Social Function of Poetry, the integral relationship that exists between a people and their national language. So അദ്ദേഹം പറയുന്നത് ഒരു ക്ലാസിക് ഉണ്ടാകുന്നത് ആ സിവിലൈസേഷൻ മെച്യൂർ ആകുന്നതിന്റെ കൂടെ ലാംഗ്വേജും ലിറ്ററേച്ചറും മെച്യൂർ ആകുന്നതിനോടൊപ്പമാണ്. അപ്പൊ ഒരു നാട്ടില് ക്ലാസിക് എന്ന് പറയുന്നത് ആ സിവിലൈസേഷന്റെ മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. So essayയുടെ beginning, in the beginning of the essay itself, Eliot argues that classic can occur only when a civilization is mature. And that means every time a classic is taking place, the civilization will be mature at that time. നമ്മുടെ സിവിലൈസേഷൻ മെച്യൂർ ആകുന്നത് ക്ലാസിക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ മെച്യൂർ ആണെങ്കിൽ മാത്രമേ അവിടെ ക്ലാസിക് ഉണ്ടാവുള്ളൂ. അതാണ് അദ്ദേഹം പറയുന്നത്. സോ ഇൻ ദ സെയിം വേ വി കൻ സേ ദാറ്റ് സെവറൽ അതർ സിവിലൈസേഷൻ ലൈക്ക് ഗ്രീക്ക്, റോമൻ എക്സെട്ര were so mature that the culture that was shown or advertised or presented at that particular time gave way to different classics. So in a way we can say that these classics are born out of different cultures. And you can see that this culture differs, and as you all know that culture is not at all permanent and it changes as the time shift. കാലം മാറുന്നതിനനുസരിച്ച്, ജനത മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു എറ മാറുന്നതിനനുസരിച്ച് സംസ്കാരത്തിൽ മാറ്റം വരുന്നുണ്ട്, കൾച്ചറിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ബട്ട് ദ ക്ലാസിക് വിൽ ഓൾവേസ് സ്റ്റാൻഡ്സ് ബിഫോർ ദ ടൈം. ക്ലാസിക് എന്ന് പറയുന്നത് അങ്ങനെ കാലം മാറുന്നതിനനുസരിച്ചും പ്ലേസ് മാറുന്നതിനനുസരിച്ചും മാറി വരുന്ന ഒന്നല്ല. അതെന്ന് പറയുന്നത് കാലത്തിനെയും അതിജീവിച്ച് നിൽക്കുന്ന ഒന്നാണ് ക്ലാസിക്. ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ ആ ലാംഗ്വേജിന്റെ ഒരു ഇമ്പോർട്ടൻസും പറഞ്ഞിരുന്നു. നോട്ട് ടുവേർഡ്സ് ദി ഡെഫിനിഷൻ ഓഫ് കൾച്ചർ എന്ന എസ്സേ 1948 എലിയോട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. കൂടാതെ 1943 അദ്ദേഹം എഴുതിയ ദ സോഷ്യൽ ഫംഗ്ഷൻ ഓഫ് പോയട്രി, ഇതിലും ഒരു നാടും ആ നാടിന്റെ നാഷണൽ ലാംഗ്വേജും തമ്മിലുള്ള ഇന്റഗ്രൽ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സിവിലൈസേഷന്റെ ലാംഗ്വേജിന്റെയും മെച്യൂരിറ്റിനെയും ഒരൊറ്റ വർക്കിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയാൽ അതിനെ ക്ലാസിക് എന്ന് വിളിക്കാൻ അദ്ദേഹത്തെ എത്തിച്ചത് ഈ ഒരു കൺസിഡറേഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനസ്സിന്റെ പ്രൊഡക്റ്റ് ആണ് കൾച്ചറൽ മെച്യൂരിറ്റിയുടെ മെഷർമെന്റ്. വിർജിൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സിനെ അഡ്രസ് ചെയ്യുമ്പോഴാണ് ഹി മേക്സ് ഹിസ് അസോസിയേഷൻ ഫെർദർ അലോങ് വിത്ത് ദ റെഫറൻസ് ഓഫ് ഷേക്സ്പിയർ. വിർജിലിന്റെ എയ്നിഡിനെയും കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. സോ റോമൻ പോയിറ്റ് വിർജിൽ, ഹൂസ് എപ്പിക് ഓഫ് ദ founding of Rome, the Aeneid is one of the great masterpieces of the classical age. മഹത്തായ മാസ്റ്റർ പീസസിൽ ഒന്നാണ് വെർജിലിന്റെ എയ്നിഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതല്ല വെർജിലിന്റെ ആ എപ്പിക് പോയട്രിയെ ക്ലാസിക് ആക്കുന്നത്. ഇവിടെ എയ്നിഡിനെ എക്സാമ്പിൾ ആയിട്ട് വെച്ചുകൊണ്ട് എലിയട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കൊരു ക്ലാസിക്കിനെ നിർമ്മിക്കാനാവത്തില്ല. ഇറ്റ് ഈസ് ഒൺലി happens by hindsight and in historical perspective that a classic can be known as such. ഇപ്പോൾ ഒരു ക്ലാസിക്കിനെ നമുക്കിപ്പോൾ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമുക്കൊരു ക്ലാസിക്കിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല.
ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അനാലിസിസ്, ചരിത്രപരമായ വീക്ഷണത്തിലൂടെയും ഭയങ്കര കീനായിട്ടുള്ള നമ്മുടെ സൂക്ഷ്മമായ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവിന്റെയും അതിന്റെ എല്ലാം ഒരു റിസൾട്ട് മാത്രമാണ് ഒരു ക്ലാസിക് എന്ന് പറയുന്നത്. ആ റിസൾട്ട് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം, നമ്മുടെ എക്സ്പീരിയൻസസ്, അതിൽ നിന്ന് കിട്ടുന്ന നോളജ് എല്ലാം ഉണ്ടെങ്കിലേ ക്ലാസിക്സിന് നല്ലൊരു രീതിയിൽ അത്തരത്തിലൊരു ക്ലാസിക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ബൈ ദ സെയിം ടൈം there has to be a history behind it. That is to say, the literature of people and their culture must have arrived at a point that the writer of genius has already in place the tools and traditions by which a classic can be achieved. അതായത് ഒരു ജനതയുടെ സാഹിത്യവും ചരിത്രവും അവരുടെ സംസ്കാരവും ക്ലാസിക്സിന്റെ ആ ഒരു ട്രഡീഷണൽ പണ്ട് ജീനിയസ് റൈറ്റേഴ്സ് പറഞ്ഞ ആ ഒരു തലത്തിൽ എത്തിയിരിക്കണം. വിർജിലിന്റെ റോമിനെ എലിയറ്റ് അദ്ദേഹത്തിന്റെ മോഡലായി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ സമൂഹം ഒരു ഓർഡറിന്റെയും സ്റ്റെബിലിറ്റിയുടെയും ആ ഒരു മൊമെന്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റി. സോ അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്ന് മാത്രമേ, അങ്ങനെ ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, മെച്യൂരിറ്റി ഓഫ് മൈൻഡ്, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളിലേക്ക് എത്തിച്ചേരുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. ഔട്ട് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് കൾച്ചർ ക്യാൻ കം ദാറ്റ് ഫൈനൽ ഇൻഗ്രീഡിയന്റ് ഓഫ് മെച്യൂരിറ്റി ഓഫ് മൈൻഡ്. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സമൂഹത്തിന്റെ ആ ഒരു ഓർഡറും സ്റ്റെബിലിറ്റിയും ആ ഒരു മൊമെന്റ് സമൂഹം സൊസൈറ്റി ആ ഒരു മൊമെന്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. സോ അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്ന് മാത്രമേ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് കിട്ടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തെ പറ്റിയുള്ള ഒരു അവബോധം ആവശ്യമാണെന്ന് അദ്ദേഹം ഇങ്ങനെ മെൻഷൻ ചെയ്യാണ്. എലിയറ്റ് കരുതുന്നത് അത് തന്നെയാണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഒരു ക്ലാസിക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും അനിവാര്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിർജിൽ ഈ അവസ്ഥകളെല്ലാം കണ്ടെത്തണം. മാത്രമല്ല അതുവഴി വിർജിൽ കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും ഒരു തരത്തിലും ഒരു ചെറിയ ഏരിയയിലല്ലാതെ ഒരു വേൾഡ് സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം, ക്ലാസിക്കിന്റെ ഫൈനൽ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഓഫ് മൈൻഡ് എന്നതാണ്. മാനസികമായിട്ടുള്ള ഒരു പക്വത വന്നാൽ മാത്രമേ നമുക്ക് ക്ലാസിക്കിനെ അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു മെച്യൂരിറ്റിയും ഇല്ലാണ്ട് ഒരു അവാർഡ് മൂവി കാണാനായിട്ടിരിക്കുകയാണ്. അതിന്റെ കോണ്ടന്റ് അറിയില്ല, കോൺസെപ്റ്റ് അറിയില്ല, എസെൻസ് അറിയില്ല, അറിയാമെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റി നമുക്കില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മളൊരു അവാർഡ് മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഓൾ ലാഫ് അറ്റ് സം സീൻസ്. പല സീനിലും നമ്മൾ ചിരിച്ച് അതിനെ അങ്ങ് ഒരു ഫണ്ണി രീതിയിലോട്ട് എടുക്കും. പക്ഷേ ഒരു മെച്യൂരിറ്റിയോട് കൂടി എന്താണ് അതെന്ന് മനസ്സിലാക്കി നമ്മളത് കാണുമ്പം നമുക്കതിന്റെ എസെൻസ് പോകാതെ തന്നെ അത് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് വി ലാക്ക് ദ സ്കിൽ ടു കോംപ്രിഹെൻഡ് ദ ആക്ച്വൽ മീനിങ് ഓഫ് ഇറ്റ്. എന്താണ് അതെന്നുള്ള ആ ഒരു മീനിങ് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു അവാർഡ് മൂവി കാണുമ്പോൾ നമുക്ക് ഫണ്ണി ആയിട്ട് തോന്നുന്നത്? കാര്യം നമുക്ക് നമ്മുടെ മൈൻഡിന് ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഡിഗ്രി ടൈമിൽ നിങ്ങൾ ഒരു മൂവി കാണുന്നത് പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ നിങ്ങൾ ഡെവലപ്പ് ആയതിനു ശേഷം ആ ഒരു മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിംഗ്. ആ എക്സാക്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. റൈറ്ററിന്റെ മെച്യൂരിറ്റി ആയിട്ട് ജനങ്ങളുടെ മെച്യൂരിറ്റി സെയിം ആകുമ്പോഴാണ് ഒരു വർക്ക് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നത്. സോ അതുകൊണ്ടാണ് മൈൻഡിന്റെ മെച്യൂരിറ്റിയാണ് ക്ലാസിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് നമ്മുടെ ടി.എസ്. എലിയട്ട് പറയുന്നത്. സോ ഈ ഒരു മെച്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹിസ്റ്ററി സ്വാധീനിക്കാറുണ്ട്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അതിന് സഹായിക്കാറുണ്ട്. സോ ചരിത്രവും അതിനെക്കുറിച്ചുള്ള അവബോധവും നമുക്ക് ഒരുപോലെ വേണം. എന്നാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വിർജിലിന് ഈ കണ്ടീഷൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ നമുക്ക് കണ്ടീഷൻസ് മാത്രമേ അവൈൽ ആയാൽ പോരാ, നമ്മളും കൂടെ അവൈൽ ആകണം. ക്ലാസിക് എഴുതണമെങ്കിലും ക്ലാസിക് മനസ്സിലാക്കണമെങ്കിലും വിർജിലിന് ഇത് രണ്ടും അവൈലബിൾ ആയിരുന്നു. ആൻഡ് വിർജിലിന് എഴുത്തിലേക്ക് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ലാസിക് റൈറ്റർ എന്ന് പറയുന്നത്. So that these conditions obtained for Virgil is shown in the expensive way that he operates his material, one that never appears to be according to some purely local or tribal code of manners. It is in its time both Roman and European. The result is not just great poetry by a great poet but a classic. സോ ഈ ഒരു പോർഷൻസിൽ ഇത് ഞാൻ സിനോപ്സിസിൻ്റെത് അതുപോലെ വായിച്ചതാണ്. നിങ്ങൾ ഇതൊന്ന് ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഇത് വായിക്കാനായിട്ട് പറ്റും. സോ റീഡ് അലോങ് വിത്ത് ദിസ്. ഓക്കെ,
അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഇല്ലേ, ആ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വിർജിൽ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വിർജിലിന്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ട്രൈബിൽ അല്ലെങ്കിൽ ഒരു ഇന്ന വിഭാഗത്തിലെ ഇന്ന ആൾക്കാർക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് എല്ലാവർക്കും എല്ലാ കാലത്തും ഒരുപോലെ എത്തുന്ന ഒന്നായിരുന്നു, എല്ലാ കാലത്തിനും വേണ്ട ഒന്നായിരുന്നു എന്നാണ്. ഒരേ സമയം റോമനും യൂറോപ്യനും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഓരോ റൈറ്റിംഗ്സും. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് അതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ ഈ ഒരു ഇറയിൽ ഇപ്പം മലയാളം മൂവീസ് ഉണ്ട് അല്ലെ, ഒരുപാട് മൂവീസ് ഉണ്ട്. സോ വേറെ നാട്ടിലെ ആളുകൾ അത് കാണുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മലയാളീസിന് വേണ്ടി മാത്രമല്ല മലയാളം മൂവീസ് ഇറങ്ങുന്നത്. ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഒക്കെ വന്നപ്പോൾ നമ്മുടെ ഒരു മൂവി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തോട്ടും ലോകമെമ്പാടുമുള്ള ആളുകളുടെ മുന്നിലേക്ക് അത് ചെല്ലുന്നുണ്ട്. സോ അവർക്കത് മനസ്സിലാവുന്നുമുണ്ട്. ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് മൂവീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്. അതുപോലെയാണ് ക്ലാസിക്സും. ഒരാൾക്ക് മാത്രം വേണ്ടിയുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് വേൾഡ് ക്ലാസിക് എന്ന് പറയാൻ പറ്റില്ല. ലോകമെമ്പാടുമുള്ളവർ അംഗീകരിക്കുകയും അവരിലേക്ക് എത്തുമ്പോഴുമാണ് അതിനെ ക്ലാസിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡിഗ്രി ടൈമിൽ നിങ്ങൾ ആന്റിഗണി പഠിക്കാറുണ്ട്. എത്ര പേര് അതിന്റെ ആ ഒരു എസെൻസിൽ അത് പഠിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അതൊരു എക്സാം പോർഷൻ എന്ന രീതിയിൽ നിങ്ങളത് വായിച്ചു മാറ്റും. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു കഥ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ എത്തിയതിനു ശേഷം നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തെ മനസ്സിലാക്കും. എത്രത്തോളമാണ് ആ ഒരു ലാംഗ്വേജിന്റെ പവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ഒരു ഡിഗ്രി ടൈമിൽ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആ ഡിഗ്രീസ് കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ ഒരു വർക്കും ജസ്റ്റ് ഒരു പോർഷൻ അല്ലെങ്കിൽ സിലബസിലുള്ള ഒരു പോർഷൻ എന്നല്ലാതെ കൂടുതൽ അത് ആഴത്തിൽ ചിന്തിക്കാനായിട്ട് ആ ടൈമിൽ ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് വായിച്ച് കഴിഞ്ഞ ആ ഒരു സെയിം പുസ്തകം അല്ലെങ്കിൽ ആ ഒരു സെയിം നോവൽ ഇപ്പോൾ വായിക്കുമ്പോൾ അന്ന് ലഭിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാവുന്നുണ്ട്, ഇന്ന് ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ആ ഒരു ഫൈനൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഓഫ് മൈൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇപ്പൊ ആ ഒരു വ്യത്യാസം തിരിച്ചറിയാനായിട്ട് പറ്റിയത്. ഓക്കെ, സോ പിന്നീട് എലിയട്ട് ഈ ഒരു എസ്സേയിൽ പറയുന്നത്, ബാക്ക് ടു ക്ലാസിക്സ്, പിന്നീട് എലിയട്ട് ഈ ഒരു എസ്സേയിൽ പറയുന്നത് ഷേക്സ്പിയറിനെയും മിൽട്ടനെയൊക്കെ കുറിച്ചാണ്. അവരുടെ ഒരു ഗ്രേറ്റ് പോയിറ്റ് എന്ന രീതിയിലുള്ള വളരെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്ലാസിക്കിനെ ആ ഒരു സ്റ്റേറ്റസ് കിട്ടണമെങ്കിൽ ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റ്, നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് അതികേമമായതുകൊണ്ട് മാത്രം കാര്യമില്ല. പകരം ലിറ്റററി വാല്യൂസും അതുപോലെ ഉണ്ടാകണം. ഹിസ്റ്ററിയെ പോലെ തന്നെ ലിറ്റററി വാല്യൂസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിനെ ഒരു പ്രോപ്പർ ക്ലാസിക് ആയിട്ട് അംഗീകരിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ക്ലാസിക്സിനെ പിന്നീട് ഒരു ഡെഫിനേഷൻ അദ്ദേഹം കൊടുക്കുകയാണ്, ഒരു ട്രൂ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ എലിയട്ട് ക്ലാസിക്കിന് കൊടുക്കുകയാണ്. ദാറ്റ് ഇറ്റ് ഈസ് സോ മച്ച് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ടൈം, place and cultural, linguistic and historical conditions that it does not so much exhaust its form as set a new standard for what that form might achieve should all the other conditions be propitious. So ഇവിടെ അദ്ദേഹം പറയുന്നത് ക്ലാസിക് എന്ന് പറയുന്നത് ഒരു സമയത്തിന്റെ, കൾച്ചറിന്റെ, മൈൻഡിന്റെ എല്ലാം ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അത് എല്ലാ കാലവും നിലനിൽക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു പോർഷനിൽ പറയുന്നത്. Then in Virgil's case, Iliad does not stop there. Virgil's language happened to have been in Latin, which is due to the Roman influence. And Virgil writes in a language to which no modern language can never ever hope to aspire in terms of that universality. So, ആ ഒരു ടേം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിർജിലിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. അതായത് ഒരു ഗ്രേറ്റ് ക്ലാസിക് ലാംഗ്വേജ് ആണ് ലാറ്റിൻ. ലാറ്റിൻ ഹാസ് ഓൾവേസ് ബീൻ എ ഗ്രേറ്റ് ക്ലാസിക് ലാംഗ്വേജ്. സോ ദ ലാംഗ്വേജ് ഇറ്റ്സെൽഫ്, ദ ഗ്രേറ്റ് ക്ലാസിക്കൽ ലാംഗ്വേജ് ലാറ്റിൻ ഇറ്റ്സെൽഫ് ഹാഡ് മെയ്ഡ് ദിസ് പെർട്ടിക്കുലർ വർക്ക് എ റിയൽ ക്ലാസിക്. So he says that a classic is something that meets the test of time and it always stands as a whole. ഇപ്പൊ ക്ലാസിക് എന്ന് പറയുന്നത് കാലത്തിന് അതീവമായിട്ട്, കാലത്തെയും അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന വർക്കിനെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത്. വിർജിൽ എഴുതിയിരുന്ന ഭാഷ പോലും ലാറ്റിൻ, അതൊരു ഗ്രേറ്റ് ക്ലാസിക് ലാംഗ്വേജ് ആണ്. സോ ആ ഒരു ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ പോലും വിർജിലിന്റെ വർക്ക് എന്ന് പറയുന്നത് അത് ഒരു പക്ക ക്ലാസിക് ആയിരുന്നു. ആൻഡ് ഇലിയഡ് കൺക്ലൂഡ്സ് ബൈ സ്ട്രോങ്ലി implying that in Rome, and by placing Roman culture and values and language at the center of human history, Virgil unconsciously paved the way for a new epoch in history. His vision of a common order and ideal harmony for humanity led Europe towards the Christian culture which he means Virgil, could ever know. So whole European classic എന്ന് പറയുന്നത് വിർജിലാണ്. വിർജിലിന്റെ ലാംഗ്വേജിലൂടെ വിർജിൽ റോമിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന
ആ ഒരു രീതിയിലൂടെയും റോമിന്റെ കൾച്ചറിനെയും വാല്യൂവിനെയും എല്ലാം ഹ്യൂമൻ ഹിസ്റ്ററിയുടെ സെന്ററിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. വിർജിൽ പോലും അറിയാതെ തന്നെ അദ്ദേഹം ഒരു ന്യൂ എറ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. വിർജിലിന്റെ ഈ വർക്കിലൂടെ ഒരു ക്രിസ്ത്യൻ കൾച്ചർ യൂറോപ്പിലേക്ക് എത്തിയിരിക്കുന്നു വിർജിൽ പോലും അറിയാതെ. So Virgil makes a new history and he made a new way or new order to classic. He made a new definition to classic. And he says that, T.S. Eliot says that a new vision is there, a new common order is there, and also a new harmony is there. And that can be told as the best Christian culture which Virgil never knew at his time. So this is some of the important areas from this essay, this particular essay. What is a classic? You can expect a 2-mark question and a paragraph question from this session. So I have included the synopsis here. So please read it and understand. And ഇതിനെ മാത്രം, ഈ ഒരു സമ്മറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഫോക്കസ് ഓൺ അതർ സോഴ്സസ് ആസ് വെൽ. ഗൂഗിൾ ഇറ്റ് ആൻഡ് റീഡ് മോർ, ഗിവ് മോർ അറ്റൻഷൻ ടു ദിസ് പെർട്ടിക്കുലർ എസ്സേ ബിക്കോസ് യു ഹാവ് ടു ലേൺ ദിസ് എസ്സേ. ഓക്കെ, ഇത് അല്പം അത്യാവശ്യമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ക്ലാസിക് എന്താണ് എന്നറിയാതെ വേൾഡ് ക്ലാസിക്സ് പഠിച്ചിട്ട് കാര്യമില്ല. സോ കൂടുതലായിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വേറെയും കാണാൻ പറ്റിയാൽ അത് കാണുക, നോട്ട്സ് വായിക്കാൻ പറ്റിയാൽ വായിക്കുക, സിനോപ്സിസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാൻ നോക്കുക. സമ്മറീസിന് മാത്രം ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ആക്ച്വൽ മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ അത് വായിച്ചതിന് ശേഷം എന്തെങ്കിലും ക്ലാരിറ്റി അറിയാനായിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടാനായിട്ട് കൂടുതൽ വീഡിയോസ്, സമ്മറി വീഡിയോസ് കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ്. ഇറ്റ്സ് ഈസി. അതുകൊണ്ട് ഒരുപാട് ടെൻസ്ഡ് ആവണ്ട. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക.